നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്താണ് വിശേഷം? ഇത് മുനമ്പത്ത് സമസ്ത നിലപാട് വ്യത്യസ്തമാക്കി രംഗത്ത് ഇതിൽ പൊളിക്കപ്പെടുന്നത് ലീഗിൻ്റെ നിലപാട് തന്നെയാണ്. ലീഗാണല്ലോ സമസ്ത എന്ന് പറഞ്ഞാൽ. മണക്കാട് ശിഹാബ് തങ്ങൾ തന്നെ, മണക്കാട് തങ്ങൾ തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ നേതാവ്. ഇപ്പോൾ അവരുടേതെന്ന് ഇത് ഈ വിഷയത്തിൽ ഈ മുസ്ലിം സംഘടനകളുടെ യോഗം ലീഗ് വിളിച്ചിട്ട് ഇങ്ങനെ നിലപാടെടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു കെണിയാണ്. കാരണം ഇത് ചർച്ചയാവാതിരിക്കുക ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു അജണ്ടയിൽ മാത്രം വന്ന് പാലക്കാട് മാത്രമല്ല ഒറ്റ കേസില്ല അത്ര ഉള്ളൂ. ഒന്ന്. രണ്ട്, യഥാർത്ഥത്തിൽ ഇവർ ഇത്രയും വെപ്രാളപ്പെട്ടതൊക്കെ മുനമ്പത്തിൻ്റെ പേരിൽ ഇത്രയും വെപ്രാളപ്പെട്ടതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുനമ്പത്ത് കുറച്ച് ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുന്നതല്ല, അല്ലെങ്കിൽ വഖഫിനെക്കുറിച്ച് ചർച്ച നടക്കുന്നതല്ല, വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുമെന്ന ഭയം കൊണ്ട്. അതായത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവർ ചില അജണ്ടയുടെ പുറത്ത് ചില പ്രഖ്യാപനങ്ങൾ നടത്തും. ഇപ്പം പൗരത്വ ഭേദഗതി നിയമം അല്ലെങ്കിൽ കശ്മീരിൻ്റെ ഇതൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നത് സാധാരണ സമൂഹത്തിന് മനസ്സിലാവുന്നില്ല. ഫലസ്തീൻ എല്ലാ വിഷയങ്ങളും എനിക്കൊന്നും ഇവർക്ക് വലിയൊരു ഉപദേഷ്ടാക്കൾ കാണുമല്ലോ ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അത് നടപ്പിലാക്കാനും വിശ്വാസമുള്ള ആളെ കൊണ്ട് സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ പറയിപ്പിക്കാൻ. അപ്പം ഇതിനെതിരെയുള്ള ഒരു വലിയ അറ്റാക്ക് ഇപ്പോൾ ഈ മുനമ്പത്ത് നടന്ന സമരം അത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നിടത്തോളം കാലം ഇവർക്ക് അപ്പം അവരാദ്യം ചെയ്തത് ഇഗ്നോർ ചെയ്തു. 2022 മുതൽ മുനമ്പത്തുകാർ പ്രതിഷേധത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് പണ്ട് വാർത്ത കൊടുത്തിരുന്നത് നമ്മളാണ് ആദ്യം കൊടുത്തത്. പക്ഷെ എന്നിട്ടും അത് വേണ്ട വിധത്തിൽ ചർച്ചയായില്ല. ഇവർ സത്യാഗ്രഹം ആരംഭിക്കുകയും ഈ തെരഞ്ഞെടുപ്പ് വരികയും ഭേദഗതി ഈ സമയത്ത് വരികയും ചെയ്തതുകൊണ്ടാണ് ചർച്ച. ഇവരുടെ ഭയം മുഴുവൻ ഈ വഖഫ് നിയമ ഭേദഗതിയെ അനുകൂലിക്കേണ്ട സാഹചര്യം ഉണ്ടാവുക എന്നിവിടെ വലിയൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. 5 എംപിമാർ ക്രിസ്ത്യാനികളാണ്. കേരളത്തിന് 5 എംപിമാർ. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു വിഷയമായിട്ടാണ് ഉയർത്തി, പക്ഷേ അതങ്ങനെയല്ല, എല്ലാവരുടെയും വിഷയമാണ്. അപ്പോൾ ഈ എംപിമാർ എന്ത് നിലപാടിയും പാർലമെൻറ്റിൽ വരുമ്പോൾ ഇരിക്കുന്ന വലിയ പ്രശ്നമാണ്. മാത്രമല്ല ഇവർക്ക് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള കഴിഞ്ഞ ആഴ്ച ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം നടത്തിയ ആ ഒരു സംഭവം വിധി അത് വളരെ പ്രധാനമാണ്. അതിനെ തന്നെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാൻ പറ്റും. അത് ഈ വിധിക്ക് ശേഷമാണ് ഞാൻ ഈ 2013 95 നിയമങ്ങൾ പരിശോധിച്ചു. യഥാർത്ഥത്തിൽ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ഡീപ്പ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പം എല്ലാ അർത്ഥത്തിലും ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട്. പലപ്പോഴും ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ ഡിസിഷനെ സ്വാധീനിക്കുന്ന ബാഹ്യശക്തികളെയാണ്. ഡീപ്പ് സ്റ്റേറ്റ് അതാണല്ലോ പലപ്പോഴും സമ്പന്നരും അല്ലെങ്കിൽ ലോബിയിസ്റ്റുകളും സമുദായ നേതാക്കളും. ഈ ഡീപ്പ് സ്റ്റേറ്റ് നന്നായി വർക്കൗട്ട് ചെയ്ത ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് ബാബറി മസ്ജിദിനെ തകർത്തിയാണ്. ഈ ബാബറി മസ്ജിദ് തകർന്നതോടെ കോൺഗ്രസ്സിനെ പിടിച്ചു നിൽക്കാൻ, ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമായി. അപ്പം ഈ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ തുടർന്ന് ഈ ഡീപ്പ് സ്റ്റേറ്റ്, ഇസ്ലാമിക പ്രൊപ്പഗണ്ട നടത്തുന്ന ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ആളുകൾ ഇടപെടുകയും ഒരുപാട് ആവശ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. ഇതൊന്നും ചർച്ചയായിട്ടില്ല. കോൺഗ്രസിന് ഗതികേടുണ്ട്, എല്ലാം അംഗീകരിക്കും. ഈ പറഞ്ഞ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടന മതപരമായ ഒരാനുകൂല്യവും ആർക്കും അനുവദിക്കുന്നില്ല. ജാതീയമായ സംവരണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ഈഴവനായതുകൊണ്ട് സംവരണം, പക്ഷേ ഹിന്ദുവായതുകൊണ്ട് സംവരണം കിട്ടില്ല. നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് സംവരണം കിട്ടത്തില്ല. ലത്തീൻ ക്രിസ്ത്യാനിയാണ് കിട്ടുന്നതിനകത്തൊരു ജാതിയുടെ ഒരു പ്രശ്നം ഉണ്ട്. നാടാ സമുദായത്തിലൊക്കെ ആ പ്രശ്നമാണ് വരുന്നുള്ളതുകൊണ്ട്. അപ്പം ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ മുസ്ലിം പിന്നോക്കാവസ്ഥ എന്ന പേരിൽ ഒരു ശുപാർശ കൊടുക്കുകയും ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായി ഭരണഘടനാ വിരുദ്ധമായ പലതും ചെയ്യുകയും ചെയ്തു. ഇത് കാണിക്കുകയാണ് നിങ്ങൾ പൊളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി തന്നെയാണ് പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നിയമിക്കുന്നതും അതിൻ്റെ ഭാഗമാണ് 80-20 സംവരണം ഇവിടെ കൊണ്ടുവരുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക തരത്തിൽ 80%, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് 20%. പക്ഷേ അങ്ങനെ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ വഖഫ് ഭേദഗതി നിയമം 95 വരുന്നത്. ഈ 95 വഖഫ് ഭേദഗതി നിയമം വരുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട്, അതായത് എവിഡൻസ് ഇല്ലാതെ തന്നെ, അതിപ്പം ഞാൻ പറഞ്ഞ നമ്മളിപ്പം വഖഫിന് ഒരു മുസ്ലിം വിശ്വാസി ഭൂമി കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. അത് വഖഫിനെ മാനേജ് ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല.
പക്ഷേ വഖഫിനൊരു ഭൂമി വിട്ടുകൊടുക്കുന്നതിന് നൂലാമാലകളെല്ലാം അങ്ങോട്ട് വേണ്ടെന്ന് വെച്ച് യാതൊരു എവിഡൻസും ഇല്ലാതെ തന്നെ വഖഫിൻ്റേതാണെങ്കിൽ അത് അവരുടേതാണ് എന്ന തരത്തിലേക്ക് ഇത് മാറ്റി. നരസിംഹറാവു ഇവർ പറയുന്നതല്ല അനുസരിക്കാൻ നിർബന്ധിതനായി അവസാനം. എന്നിട്ടോ അവിടെയാണ് തീരുന്നില്ല. എന്നിട്ട് ഇത് ഒരു 20 കൊല്ലം നടപ്പിലാക്കുന്നു. 20 കൊല്ലം നടപ്പിലാക്കി കഴിഞ്ഞിട്ട് അതിൽ ചില വകുപ്പുകളിൽ ചില ക്ലാരിഫിക്കേഷൻസ് ഇല്ലായ്മ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് മുസ്ലിം പ്രോപ്പർട്ടി കൊടുത്താലേ, മുസ്ലിങ്ങൾ അവരുടെ പ്രോപ്പർട്ടി കൊടുത്താലേ അത് വഖഫാകുന്നു. അപ്പം ഇതെല്ലാം ഇങ്ങനത്തെ വീഴ്ചകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ 95 നിയമത്തിൽ ഇൻസേർട്ട് ചെയ്യുക, ഇന്ന വാക്ക് ഇൻസേർട്ട് ചെയ്യുക, ഇന്ന വാക്ക് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാണ് ഈ 2013 ഭേദഗതി. അത് വായിക്കണം. അതിനകത്ത് ചെറിയ സാധനം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ആർക്കും ഇപ്പം ഒരു അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ വഖഫിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള ചോദ്യത്തിന് സ്വാഭാവിക ചോദ്യം. അപ്പോൾ ഒരു ഇൻഡിവിജ്വലാക്കി മുസ്ലിം എന്ന് മാറ്റിയിട്ട് പേഴ്സണാക്കി ഒരു എനി പേഴ്സൺ ആർക്കും ചെയ്യാം. അപ്പോൾ ആർക്കും ചെയ്യാം. ഇത്തരത്തിൽ എന്ന് മാത്രമല്ല 2013 അതിപ്പോൾ നിങ്ങൾ കുഞ്ഞികൃഷ്ണ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് 2013 കൊണ്ടുവന്ന വളരെ വിചിത്രമായ ഒരു പ്രൊഫഷൻ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിവിൽ സ്വഭാവത്തിൽ നിന്ന് ക്രിമിനൽ സ്വഭാവം കൂടെ വരുത്തുന്ന തരത്തിൽ വഖഫ് ഭൂമി, ഇപ്പം എൻ്റെ സ്ഥലം രാജ്ഭവൻ പറയുന്നു വഖഫാണ് എന്ന് പറയുന്നു, ക്ലെയിം ഉണ്ടാവുന്നു. ഈ ക്ലെയിം സിവിൽ കോടതിയിലൊന്നും പോകണ്ട, വഖഫ് ബോർഡിനെ അസസ് ചെയ്യാം. വഖഫ് ബോർഡ് ആ നിഗമനത്തിലെത്തിയിട്ട് ഇതാണെന്ന് പറഞ്ഞ് നേരെ ട്രിബ്യൂണലിൽ പോയാൽ മതി. ട്രിബ്യൂണൽ ഉത്തരവിടും, പിന്നെ അപ്പീലില്ല. ഇതാണ് സിവിൽ പരിപാടി. എന്നാലും ഇറങ്ങാതിരിക്കുമല്ലോ ചിലർ. സ്വാഭാവികം, മാത്രം എൻ്റെ വസ്തുവാണെന്ന് പറഞ്ഞ് ഇറങ്ങുമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഒരു ക്രിമിനൽ വകുപ്പോടെ കൊണ്ടുവന്നു. ഇങ്ങനെ വഖഫ് ഭൂമിയിൽ ഒരാൾ താമസിച്ചാൽ 2 വർഷം വരെ തടവ് കിട്ടുന്ന ജാമ്യമില്ലാത്ത കുറ്റകൃത്യമാണ് ക്രിമിനൽ നിയമമാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ആരും അറിഞ്ഞിട്ടില്ലേ രാജ്യത്ത്? ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഈ നിയമനിർമ്മാണം നടത്തുന്ന ഈ MP-മാർ ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ലയോ എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികൾ പാർലമെൻറ്റിലായാലും അസംബ്ലിയിലായാലും ഇവർ ഇത്തരം കാര്യങ്ങളിൽ പാർലമെൻറ്റ് അല്ലെങ്കിൽ അസംബ്ലി ചർച്ചകളിൽ എത്ര സജീവമായി പങ്കെടുക്കാറുണ്ട്, കോൺട്രിബ്യൂഷൻ നടത്താറുണ്ടാവും. ഇതുപോലെ ഇവർക്ക് അറിഞ്ഞില്ല, അതാ ചിലപ്പോൾ അറിഞ്ഞില്ലെന്ന് ഭാവിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. എന്താണേലും കൊള്ളാം. അതാണ് അത് മൊത്തം സ്ട്രക്ക് ഓഫ് ചെയ്തിട്ടില്ല. അതിൽ എടുത്തിരിക്കുന്ന കേസ് ഈ മേരിക്കുന്ന് പോസ്റ്റ് മാർക്കറ്റിനെതിരെ ജീവനക്കാരുടെ കേസ് എന്താണെന്നറിയാമോ? 2013 വന്ന നിയമം, ആ കേസ് ഉണ്ടെന്ന് അതിന് മുമ്പാണ്. അതുകൊണ്ട് കോടതി പറഞ്ഞു ഇത് നിലനിൽക്കത്തില്ല. സാറിന് സുപ്രീം കോടതി പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിയമം ഇല്ലാതാകുന്നില്ല. നിയമം അവിടെ നിലനിൽക്കുവാണ്. ഈ 2013 വന്ന വകുപ്പ് 2013 ശേഷം ബാധകമാണ് എന്നതാണ് കോടതി. അതിൻ്റെ പ്രസക്തി അതാണ്. ക്രിമിനൽ നിയമം ബാധകമാകണമെങ്കിൽ ഈ വഖഫിൽ 2013 ശേഷം വന്നൊരു കേസാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ മുൻപത്തെ ആളൊക്കെ പ്രശ്നമല്ലല്ലോ, അവർ 80 കണ്ട് വാങ്ങിച്ചല്ലോ. ക്രിമിനൽ കേസ് വന്നിട്ടില്ല. അപ്പം ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളുള്ള വിഷയമായതുകൊണ്ടാണ് ഇപ്പം ഇവർ തിരിച്ചിതാ സമസ്ത വീണ്ടും തിരിച്ചു പറയുന്നു ഇത് ഞങ്ങളുടേതാണ്, വഖഫിൻ്റെതാണ്. അപ്പം എന്തായാലും നമ്മളതല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയാണ്, വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് വേണ്ടതുപോലെ ഇപ്പോഴും വന്നിട്ടില്ല. നമ്മൾ നേതാക്കന്മാരും തയ്യാറായില്ലല്ലോ. മുനമ്പത്തിൽ കിടന്ന് വട്ടം കറങ്ങും. എത്ര നേതാക്കന്മാർ തയ്യാറാവും ഇതേക്കുറിച്ച് സംസാരിക്കും? ഇത് അവിടെ നിന്ന് BJP എപ്പോഴോട് ചെയ്യേണ്ടത്. BJPയുടെ ഒരു കുഴപ്പം എക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള കേരള BJPയുടെ ഒരു കുഴപ്പം, കേന്ദ്ര BJPക്കും അതിൻ്റെ വേറൊരു വശമുണ്ട്. പക്ഷെ അവർ ബോധപൂർവ്വം അവർ പലപ്പോഴും ചില വിഷയങ്ങൾ അവർ മനഃപൂർവ്വം ചർച്ചയാകണ്ട എന്നെടുക്കുന്നതാണ്. കർഷക നിയമമൊക്കെ അവർക്ക് കുറച്ചുകൂടെ ചർച്ചയാക്കാമായിരുന്നു. കേരള BJPക്കാർക്ക് അറിയില്ല, അവന്മാർക്ക് ഇവിടെ നടക്കുന്ന. അപ്പോൾ ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പം ആ ചർച്ചയിലേക്ക് വന്നിട്ടില്ല, ഇനി വരുമായിരിക്കാം. BJP കേരള ഘടകം ചർച്ച ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. എന്തായാലും അങ്ങനെ ഒരു പോകുന്നു. അവരിപ്പം പാലക്കാട് ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ ജനിക്കുവാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു സർവേയിലൊക്കെ കാണുന്ന പാലക്കാട് BJP വലിയ ന്യൂനപക്ഷത്തിൽ തോക്കുമെന്നാണ്, വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും. പക്ഷേ ഇന്ന് എന്നോടൊരു BJPയുടെ നേതാവ് എന്നോട് പറഞ്ഞത്, ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞത്, ഉന്നതനായ ഒരു കോൺഗ്രസ് നേതാവ് ഈ BJP നേതാവിനെ വിളിച്ചത്രേ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും ഇങ്ങനെ ഇരിക്കാതെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി ധൃതി ചൂടാക്കി പ്രവർത്തിച്ച്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സതീശന് മാങ്കൂട്ടത്തിൽ തോറ്റ സതീശനാണ് ഐഡിയാണ്. സതീശൻ്റെ ആ ഒരു അപ്രമാദിത്വത്തിന് തിരിച്ചടി കൊടുക്കാൻ വേണ്ടി അവർ ഈ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിലെ ഉന്നതരായ ചില നേതാക്കൾ ഒരുമിച്ച് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഉന്നതനായ BJP നേതാവിനെ വിളിച്ചിട്ട് നിങ്ങൾ ഇച്ചിട്ട് ചൂടാവണമെന്ന് പറഞ്ഞു. രസമതല്ല, ഈ ഉന്നതനായ BJP നേതാവിന് താല്പര്യം കൃഷ്ണകുമാർ തോക്കുന്നതാണ്. സ്വാഭാവികം, മാത്രം മറ്റതിൻ്റെ വേറെ പതിപ്പാണല്ലോ, അനിയനും ചേട്ടൻ്റെ ആണല്ലോ. ഇവിടെ കിട്ടിയോ?
ഉന്നതരായ കോൺഗ്രസ്സുകാരുടെ താല്പര്യം രാഹുൽ മാങ്കെടുത്ത് നോക്കാനാണ്. അതിനു വേണ്ടിയിട്ട് അയാൾ സഹായം തരും ഉന്നതനായ BJP നേതാവിന്റെ താല്പര്യം കൃഷ്ണകുമാർ നോക്കാനാണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിവിടെ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ വിഷയം തൽക്കാലം ആരും തൊടൂല. അതെ, അവിടെ നിൽക്കട്ടെ. നമ്മൾ അതീവ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് രാജ്മോഹൻ നവീൻ ബാബുവിൻ്റെ മരണം. ഇന്ന് 1 മാസം പൂർത്തിയായി അദ്ദേഹം 1 മാസം വിടവാങ്ങിയിട്ട്. ഞാൻ ഈ കേസിൽ ആദ്യം വ്യത്യസ്തമായ ഇൻട്രസ്റ്റോടുകൂടി ഇടപെട്ടിരുന്നു. എന്താ വെച്ചാൽ എല്ലാവരും ഇത് ഞാൻ ശ്രദ്ധിച്ച 2 കാര്യം. ഇതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചത് CPM ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു, അതായത് നമ്മുടെ മാധ്യമങ്ങൾ പോലും ആത്മഹത്യ എന്ന നിഗമനത്തിലെത്തുന്നു. ആ നിഗമനത്തിൽ അധിഷ്ഠിതമായി എടുക്കുന്നു. എന്നിട്ട് ആത്മഹത്യ പ്രേരണയാണ് എന്ന രീതി ആണോ അല്ലെന്ന് ചർച്ച ഉണ്ടാവുന്നു. ആണ് എന്ന് പറഞ്ഞ് CPM തന്നെ സംബന്ധിച്ച് CPM നടപടി എടുത്തിട്ട് അവരെ കുറച്ച് ദിവസം ജയിലിൽ അടയ്ക്കും. പക്ഷേ ഇത് ആത്മഹത്യ തന്നെയാണോ എന്നുള്ള ചോദ്യം അന്വേഷിക്കണം. ഞാൻ ആദ്യം 1-2 വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിലും പിന്നീട് ആത്മഹത്യ എന്ന നിലയിലേക്ക് പോയെങ്കിലും ഇപ്പോൾ എനിക്ക് കണ്ണൂരിലെ പാർട്ടി വൃത്തങ്ങളിൽ തന്നെയുള്ള ഉന്നതമായ പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെയുള്ള പലരും എനിക്ക് വിത്ത് എവിഡൻസ് അറിയിക്കുന്ന കുറേ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയാത്ത കുറേ സാധനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കൃത്യമായി നമുക്ക് വിലയിരുത്താൻ പറ്റത്തില്ല. അവർ ഇൻവോൾവ്മെൻറ്റ് എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ, അവർക്ക് അറിയാമല്ലോ എന്ത് ചെയ്യണം അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അത് ഒരുപാട് നുണകളും ഒരുപാട് ദുരൂഹതകളും അവിശ്വസനീയമായ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിൽ ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഇത് ആത്മഹത്യയാണ് എന്നൊരു മാനസിക വിഷമുണ്ടായി ആത്മഹത്യ എന്നങ്ങ് നിഗമനത്തിലെത്തും. പക്ഷേ ഈ നവീൻ ബാബു ഈ സംഭവത്തിന് ശേഷം ബാക്കി ജോലിയെല്ലാം പൂർത്തിയാക്കിയിട്ട് നേരെ പോയി മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ കൊണ്ട് ഇറക്കുന്നു എന്ന് പറയുന്നു. ഡ്രൈവറുടെ പോയിക്കൊള്ളാൻ പറയുന്നു. ഡ്രൈവറുടെ പൊക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലീസ് പറയുന്നത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും നവീൻ ബാബു ഏറെ വൈകാതെ ഓട്ടോ പിടിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോയത്. ആദ്യത്തെ ചോദ്യം, പിന്നെ എന്തിനാണ് അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ചു? ഒഫീഷ്യൽ കാറിരിക്കല്ല, ഈ അമ്പലത്തിൽ പോയി തൊഴുതേനെ തെളിവുകളൊന്നുമില്ല. പിന്നെ എന്തിനാണ് അവിടെ? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഇയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, കടലിൽ ചാടാൻ തീരുമാനിച്ചു. അപ്പോൾ അവരാരും അറിയണ്ട എന്ന് കരുതി. ഇനി അതല്ല, റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്ന് ധരിപ്പിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് പോകാൻ മരിച്ചു. ഇതാണെങ്കിലും മനസ്സിലാക്കാം. പക്ഷെ പോലീസ് അങ്ങനെയല്ല പറയുന്നത്. അതായത് ഇയാൾ ഇവിടെ നവീൻ ബാബു ഇവിടെ ഇറങ്ങിയിട്ട് പിന്നീട് എപ്പോഴോ കോട്ടേഴ്സിൽ ചെന്നു, മരിച്ചു, മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നവീൻ ബാബു അവിടുന്ന് ഓട്ടോ പിടിച്ച് കോട്ടേഴ്സിൽ പോയിട്ട് കോട്ടേഴ്സിൽ നിന്ന് ഏറെ വൈകാതെ ഓട്ടോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ആ റെയിൽവേ സ്റ്റേഷനിൽ പോയത് ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്നപ്പോൾ ട്രെയിൻ വൈകിപ്പോയതുകൊണ്ട് നവീൻ ബാബു നിരാശനായിട്ട് അവിടെ ഇരുന്നു, ബെഞ്ചിലിരുന്നു. അതിനുശേഷം നവീൻ ബാബു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, റെയിൽവേ പാളത്തിലൂടെ നടന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഒരു അസമയത്ത് ഒരാൾ അങ്ങനെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികം റെയിൽവേ പോലീസ് ശ്രദ്ധിക്കില്ല. ഈ വാർത്ത മാതൃഭൂമി വിശദമായി വന്നു. ഈ വാർത്ത പ്ലാന്റ് ചെയ്തതാണോ എന്ന സംശയം എനിക്കിപ്പോൾ ഉണ്ട്. ഞാനിത് പറയാൻ കാര്യം, ഇപ്പോൾ വളരെ കാര്യം, അതായത് ഈ മാതൃഭൂമി പോലൊരു പത്രം അല്ലെങ്കിൽ മനോരമ പോലൊരു പത്രം ഒരിക്കലും ശൂന്യതയിൽ നിന്ന് വാർത്ത എഴുതി കൊടുക്കത്തില്ല. ആധികാരികമായ സോഴ്സിൽ നിന്ന് അവർ ഒന്നുകിൽ എവിഡൻസ് കാണും, അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഉറവിടത്തിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഇപ്പം ഞാൻ പലപ്പോഴും നമുക്ക് കൃത്യം ഉറവിടം സിവിൽ സർവീസോ അതുമായി നേരിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പം ഇവിടെ ഈ മാതൃഭൂമി ഇങ്ങനെ വാർത്ത കൊടുക്കണം, അതായത് CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു, അങ്ങോട്ട് നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഏതോ ഒരു അദൃശ്യ ശക്തി മാതൃഭൂമിക്ക് ഫീഡ് ചെയ്ത് പ്ലാന്റ് ചെയ്ത്. അപ്പം പ്രശാന്തിൻ്റെ കേസ് വന്നപ്പോൾ പോലും ഓർക്കുക, മാതൃഭൂമി ആ വാർത്ത എക്സ്ക്ലൂസീവ് കൊടുക്കുന്നു. ആ വാർത്ത ശരിയാ, ഫയൽ കാണാനില്ലെന്നുള്ളത് ഫയൽ കാണാം. വാർത്തയാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നമുണ്ട്. ഈ ഫയല് കാണാനില്ല എന്നുള്ള സാധനം മാതൃഭൂമി എങ്ങനെ അറിഞ്ഞു? അവർ പറഞ്ഞു വിവരാവകാശം വഴി. ഇങ്ങനൊരു റിപ്പോർട്ട് ഈ ജയത്തിലൊക്കെ പ്രശാന്തിന് കൊടുത്തു എന്ന് മാതൃഭൂമി അറിഞ്ഞാലേ വിവരാവകാശം, അല്ല അജ്ഞാത സംഗതി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വളരെ വ്യക്തമാണ്, ഇത് ബോധപൂർവ്വം റിപ്പോർട്ടുണ്ടാക്കി അവിടേക്ക് സമർപ്പിച്ചിട്ട് ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മാതൃഭൂമിക്ക് പറഞ്ഞു. അത് ചോർത്തി കൊടുത്തിട്ട് മാതൃഭൂമി വാർത്ത ഏൽപ്പിച്ചാണ്. അപ്പോൾ അത് മാതൃഭൂമിയുടെ കണക്ഷൻ വെച്ച് അവർ കൊടുത്തു. അതേപോലെ തന്നെ ഒരു പ്ലാന്റിങ് ഇവിടെ നടന്നു. ഇത് ആത്മഹത്യയാണ് എന്നതിൻ്റെ ഒരു എവിഡൻസായി കോടതിയിലും മറ്റും വരാൻ വേണ്ടി റെയിൽവേ പാളത്തിലൂടെ നടന്നപ്പോൾ ആത്മഹത്യാ പ്രേരണ റെയിൽവേ പാളത്തിലാക്കാൻ വേണ്ടി ചെയ്താണ്. ഇന്നേ വരെ ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഒരു ദിവസം പുറത്തു വന്നിട്ടില്ല. ഒരു CCTV. അപ്പോൾ ഞാൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഒന്ന്,
ഉമനീശ്വരൻ കോവിലിൽ നിന്നും ക്വാർട്ടേഴ്സിലേക്ക് പോയത് എന്തിന്? ആ ഓട്ടോറിക്ഷക്കാരൻ എവിടെ? ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ വേണ്ടേ? അതെ, 3 ഓട്ടോറിക്ഷക്കാരുണ്ട്. 3 ഓട്ടോറിക്ഷക്കാരൻ വേണം. അവിടെ നിന്ന് തിരിച്ചു വന്നത് രാത്രി 1 മണി. ഈ 3 ഓട്ടോറിക്ഷക്കാർ വേണ്ടേ? അവരെവിടെ? പോലീസിന് നിസ്സാരമായി കണ്ടുപിടിക്കാന്നുള്ള ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ എവിടെ? റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ എവിടെ? ഈ കീ, അതായത് ഇയാള് അവസാനിപ്പിച്ചിരിക്കുന്നു, എല്ലാം കഴിഞ്ഞു, റിട്ടയർമെൻറ്റും കഴിഞ്ഞു, യാത്രയപ്പും വാങ്ങി കീയും കൊടുത്തിട്ട് വന്ന മനുഷ്യൻ പിന്നെ അപ്പം വേറൊരു കീ അവിടെ സൂക്ഷിച്ചിരുന്നോ? ഒരു സാധ്യത കാണുന്നില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിക്കുന്ന ഉദ്യോഗസ്ഥൻ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് അയപ്പിച്ചിട്ടില്ലേ പോകുള്ളൂ. 7 മാസം കൂടെയൊക്കെ ജോലിയുള്ളൂ. ഈ 7 മാസങ്ങൾ കഴിഞ്ഞ് ജീവിതകാലത്തിന് ഈ കണ്ണൂരിലേക്ക് പോകാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അയാളായിട്ട് പീഡിപ്പിച്ച് നശിപ്പിച്ച് എടുത്തയക്കിനി അപ്പം പിന്നെ എന്തിനാണ് അയക്കാക്കി? അപ്പം അവിടെ പോലും ദുരൂഹതയുണ്ട്. ഞാനിതിൻ്റെ പിന്നാലെ പോയപ്പം ഭയപ്പെടുത്തുന്ന ഒരുപാട് ദുരൂഹതകളുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നതും എന്നോട് 2 ദിവസം മുമ്പ് കണ്ണൂരിൽ അതീവ സ്വാധീനമുള്ള ഒരാൾ, ഞാനത് അതിൻ്റെ വിശദാംശം കിടക്കുന്നില്ല, എന്നെ വിളിച്ചു പറഞ്ഞത് ഇത് കോൾഡ് ബ്ലഡഡ് മർഡർ ആണെന്ന് പറഞ്ഞു. ഇതിന് പിന്നിൽ തിരുവനന്തപുരം കണക്ഷനും കണ്ണൂർ കണക്ഷനും ഉണ്ട്. ഇത് CPMൻ്റെ ബിനാമി സാമ്പത്തിക ഇടപാടിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ പുള്ളി ശേഖരിച്ചിരുന്നു. പ്രത്യേകിച്ച് പുള്ളിയുടെ പരിധിയിൽപ്പെടും. ഞാനീ പറഞ്ഞ ചെങ്ങളായി പരിസരത്തെ ചുഴലി എന്ന് പറയുന്ന അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസുണ്ട്. ആ വില്ലേജ് ഓഫീസിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട്, ആ വിജിലൻസ് കേസുണ്ട്, വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ട് ഏക്കർ കണക്കിന് ഭൂമികൾ അവർ പലരും പേരിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്ഷേത്രഭൂമി അടക്കമുണ്ട്. ഇതേക്കുറിച്ചൊക്കെയുള്ള വിജിലൻസ് അന്വേഷണമൊക്കെ അവിടെ ഈ ചുഴലി പഞ്ചായത്തിലെ ഈ ഭൂമി തെറ്റത്തെക്കുറിച്ചൊരു ഒരു പരാതി വരികയും ഒരാൾ രേഖകൾ കൊണ്ടു കൊടുക്കുകയും കോടതി ഇടപെടുകയും വിജിലൻസ് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ബിനു മോഹൻ എന്ന് പറയുന്ന CPMന് സ്വന്തമായ ഒരു ആളാണ് അവിടെ വിജിലൻസിൽ CI. എല്ലാം അങ്ങനെയാണല്ലോ, എല്ലാ സ്വന്തക്കാരെ വയ്ക്കുള്ളൂ വിജിലൻസ്. അപ്പോൾ ഈ ബിനു മോഹന് ഏതൊക്കെയൊക്കെ കാര്യങ്ങൾ അറിയാം. ഈ ബിനു മോഹൻ്റെ കാണാൻ വേണ്ടി ഈ നവീൻ ബാബു പോയിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ചെന്നിറങ്ങി വിളിപ്പിച്ചതാണോ സ്വയം പോയതാണോ എന്നുള്ളത് അറിയില്ല. ചിലപ്പം വിളിപ്പിച്ചതാവാം. എന്തുകൊണ്ടാണെന്നറിയാമോ? 2 ദിവസം കഴിഞ്ഞ് ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോയി. വിജിലൻസിലേക്ക് പരാതി കൊടുക്കാൻ ഏർപ്പാടാക്കി. പ്രശാന്ത് അന്ന് ഉച്ചയ്ക്ക് 1:40 ആ വിജിലൻസ് ഓഫീസിൽ നിൽക്കുന്ന CCTV മുന്നിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വിട്ടല്ലോ. അപ്പോൾ അവിടേക്ക് തീർച്ചയായിട്ടും വിളിപ്പിച്ചതാവാം. അപ്പം വിളിപ്പിച്ച് ബിനു മോഹൻ എന്തേ മിണ്ടാതിരിക്കുന്നത്? ബിനു മോഹൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ബിനു മോഹൻ എന്തിനാണ് വിളിപ്പിച്ചത്? ഏത് പരാതി? മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കിട്ടിയിട്ടില്ല. പ്രോട്ടോകോൾ അനുസരിച്ച് ഈ CIകൾ എത്രയും മുകളിലുള്ള. അപ്പം ബിനു മോഹനെ അല്ലാതെ വിജിലൻസ് നേരിട്ട് കേസെടുക്കാൻ പറ്റും. നേരിട്ട് അവിടെ ചെന്നതാണോ? ഇനി അഥവാ അദ്ദേഹം നേരിട്ട് ചെന്നതാണോ? വിളിപ്പിക്കാനുള്ള സാധ്യതയെക്കാളും നമുക്ക് സാധ്യത കൂടുതൽ അങ്ങോട്ട് ചെല്ലാൻ പദവി വെച്ച് നോക്കുമ്പോഴേ. അപ്പം എന്തിനു ചെന്നു? അദ്ദേഹത്തിൻ്റെ രേഖകൾ ഇവിടെ. അപ്പോൾ ഈ ക്വാർട്ടേഴ്സ് തുറന്നതിന് പിന്നിൽ പോലും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രേഖകളും ഒക്കെ ആയിട്ട് പോയതും കണ്ടെത്തിയതും നശിപ്പിച്ചതും തട്ടിക്കൊണ്ടുപോയതും കൊന്നതുമൊക്കെ ആവാനുള്ള സാധ്യത ഇല്ലാഴികയില്ല. ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി അവിടുത്തെ കണ്ണൂരാണ്. അവിടുത്തെ പോലീസ് CPMൻ്റെ കയ്യിലാണ്. CCTVകൾ CPMൻ്റെ കയ്യിൽ. നിങ്ങൾ എല്ലാ വകുപ്പുകളും അവരുടെ കയ്യിലാണ്. എത്രയോ നിരപരാധികളായ മനുഷ്യരെ അവർ നിഷ്ഠൂരം കൊന്നിട്ട് ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? വളരെ അപൂർവമായിട്ട്. ശിക്ഷിക്കണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രതികളായിരിക്കും ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് പ്രതികൾ. TP ചന്ദ്രശേഖരനെ കൊന്നതുപോലും അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശക്തമായിട്ട് അത്രയും പേരിലും പിടിച്ചത്. എങ്കിലും ഒറിജിനൽ മെയിൻ ആളുകളെ പിടിച്ചിട്ടില്ല. എന്നിട്ട് അമ്മരെ ശിക്ഷിച്ചിട്ട് അമ്മരെ ജയിലിൽ കിടന്നു. അവർ ആഡംബര ജീവിതം വെളി ഇറങ്ങി പോകുന്നു, കല്യാണം കഴിക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായൊരു കാര്യം. ഈ ബിനു മോഹൻ്റെ സഹോദരൻ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു കോൺട്രാക്ടറുമാണ്. അപ്പം ഞാൻ ബിനു മോഹനെ നേരിട്ട് ബന്ധമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു വലിയ, നമ്മുടെ ശ്രീജിത്ത് കൊടേരി ഇപ്പോഴും കേസ് അന്വേഷിക്കുന്നത് ശ്രീജിത്ത് കൊടേരി എന്ന് പറഞ്ഞത് തെളിവെടുക്കാൻ. ശ്രീജിത്ത് കൊടേരി എന്ന് പറഞ്ഞാൽ CPMൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഓഫീസറാണ്. മാറ്റിയിട്ടില്ല. സ്പെഷ്യൽ അന്വേഷണ സംഘത്തിൽ അയാളുണ്ട്. നേരത്തെ അയാളുണ്ടായിരുന്നു. മാത്രമല്ല ഈ നമ്പറുകളൊക്കെ അതൊന്നും അറിയാമെന്ന് ചോദിച്ചു എന്ന് പറയുമ്പോഴേ ഇതിൻ്റെ ഫോണിൽ നിന്ന് പോയത് നമ്മളെ വീട്ടുകാർക്ക് നമ്മൾ ആരൊക്കെ വിളിച്ചെന്ന് അവർക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. എന്നോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമോ? എൻ്റെ ഫോണിൽ തന്നെ ഭാര്യ മോളെ എടുത്തോളൂ, ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ പറയാൻ പറ്റും. നമ്മൾ തൊഴിലിൻ്റെ ഭാഗം എത്ര ആളുകളെ കാണുന്നു, ബന്ധപ്പെടുന്നു. ഇത് അതീവ ഗുരുതരമായ ഒരു കൊലപാതകമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യതയെ അന്വേഷിക്കുന്നില്ല. ആത്മഹത്യ ഞാൻ വളരെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തൊരു വസ്തുത, ഏറ്റവും ദുരൂഹമായ സംഗതി, ഇവിടെ ഇത്രയും ഒരു ആത്മഹത്യയാണെന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. ഈ ആത്മഹത്യ ചെയ്താൽ തീർച്ചയായിട്ടും മഞ്ജുഷയെയോ മക്കളെയും വിളിച്ചു വരുത്തുക, അല്ലെങ്കിൽ നവീൻ ബാബു വിളിച്ചു വരുത്തിയിട്ട് മാത്രമേ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ചെയ്യൂ.
ഇത് അവർക്ക് മുമ്പ് പൂർത്തിയാക്കിയെന്ന് മാത്രമല്ല, ഇത് ചെയ്തത് എവിടെയാണ്? പരിയാരം മെഡിക്കൽ കോളേജിൽ, സ്വന്തം കോളേജിൽ, സ്വന്തം കോളേജ്, അവരുടെ സ്വന്തം മാത്രമല്ല, പ്രശാന്ത് അവിടെയാണ് പണിയെടുക്കുന്നത്. അത് വില്ലൻ മേയറിൽ ഒരാൾ പ്രശാന്താണ്. ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇവരിത് എൻക്വസ്റ്റ് നടത്തിയതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറായതും ഒക്കെ ഇവർ വരുന്നതിന് മുമ്പാണ്. അപ്പോൾ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇൻക്വസ്റ്റിലോ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട. അന്വേഷണ സംഘം ശ്രീജിത്ത് കോടിയേരിയാണ് അന്വേഷണ സംഘം നേതൃത്വം കൊടുക്കുന്നത്. അപ്പം ദിവ്യയെ ഒരു പക്ഷേ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും, നിന്നെ ഞങ്ങൾ തൽക്കാലം ശിക്ഷിക്കും, ഇതെല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് നിനക്ക് അതിന് കോമ്പൻസേഷൻ നേരിട്ട് മന്ത്രിയാക്കാമെന്ന് പറഞ്ഞു കാണും. ആത്മവിശ്വാസം അവർക്ക്. അവർ പറഞ്ഞല്ലോ, ഞാൻ ഒരുത്തനും വെറുതെ വിടത്തില്ല, കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കാരണം പാർട്ടി ഉണ്ടല്ലോ കൂടെ. 24 അവരൊരു ബൈറ്റ് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ദീപക്, നിങ്ങളുടെ സുഹൃത്ത് ആവേശത്തോടുകൂടി എവിടെയെല്ലാം ഇത്തരം കളങ്കിത കഥാപാത്രങ്ങളോട് അവരെയെല്ലാം സംരക്ഷിക്കാൻ അപ്പം പ്രത്യക്ഷപ്പെടുന്ന അവതാരമാണ്. എനിക്ക് ഏറ്റവും അയാളോട് ദേഷ്യം തോന്നിയത് ഈ മുട്ടിൽ മരമുറി കേസിലെ ഈ അയാളുടെ പേര് കബീറോ, ഒരു ഓഫീസർ, നസീറോ, ഒരു ഓഫീസർ, നല്ല ഓഫീസറായിരുന്നു. നസീർ അങ്ങനെ ഒരു മുസ്ലിം പേരാണ്. ഈ ഓഫീസറാണ് ഇത് അഴിമതി എന്ന് കണ്ടെത്തിയത്. അയാളും അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ് ഈ ദീപക് ധർമ്മടം അവിടെ പോയി നിന്ന് വലിയ വാചകം ചെയ്ത് ഇപ്പം അവനെ സസ്പെൻഡ് ചെയ്യണം വീഡിയോ ചെയ്തെന്ന് 24-ൽ. അന്ന് റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരായിട്ടില്ല മറ്റവന്മാർ. അന്ന് ദീപക് ധർമ്മടത്തെ ഒരു കൊട്ടേഷൻ എടുത്തിരുന്നത്. പിന്നീട് ഒരു വിജിലൻസ് ഓഫീസറുടെ അന്വേഷണത്തിൽ വന്നിട്ടാണ് ഇത് തിരിച്ച് സംഭവിച്ചതെല്ലാം. അപ്പോൾ എവിടെയല്ല. ഇത് മാത്രമല്ല, എന്നോട് ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞതാണ്, ആ അവരുടെ സ്ത്രീക്ക് ഭർത്താവിന് ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, ഒരു പ്രത്യേകത. ആ രോഗം എന്താണെന്ന് എനിക്കത്ത്, ലോകത്ത് വളരെ അപൂർവ രോഗങ്ങളുണ്ടല്ലോ, രോഗമുണ്ട്, ഈ കിടപ്പിലാണ്. അപ്പം ആ രോഗത്തിൻ്റെ ഒരു ഡേ ഉണ്ടല്ലോ, നമ്മുടെ ഡയബറ്റീസ് ഡേ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡേ ഉണ്ട്. ആ ഡേയിൽ ഇവർ പലരെയും വിളിക്കും, ഇതിനെ വാർത്ത അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഇദ്ദേഹത്തെ ഒരു ദിവസം ഇദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം, നിങ്ങളിങ്ങനെ വയ്യാതിരിക്കുകയാണ്, നിങ്ങൾക്ക് ആവശ്യങ്ങളേറെയുണ്ട്, അതുകൊണ്ട് ഭഗവാൻ എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ എന്താവശ്യമുണ്ടെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പാടാ എന്ന് പറഞ്ഞ് ചീത്ത വിളിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ റെക്കോർഡ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, അതല്ല, നമ്മളെ മാധ്യമത്തിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എനിക്കറിയാം ഇക്കാലത്തൊക്കെ ഭാവിയിൽ ആവശ്യമുണ്ട്. അപ്പം തന്നെ ഇപ്പോഴാണ് എൻ്റെ ഈ ഐഫോണിൽ റെക്കോർഡില്ല, അതല്ല ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആകുമായിരുന്നു. ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിചാരിച്ചാൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഞെട്ടിപ്പോയി. അത്തരം ആളുകളാണ് ദിവ്യയെല്ലാം സംരക്ഷിക്കുന്നുണ്ടല്ലോ, എല്ലാവരും സംരക്ഷിക്കും. അപ്പോൾ ഈ വലിയൊരു മാഫിയയുടെ ഭാഗമായി പോകുമ്പോൾ എനിക്കിത് പറഞ്ഞു വരുന്ന കഥ, ഞാൻ ഈ കഥയിലേക്ക് വരുമ്പോൾ രാജ്മോഹന് ഓർമ്മയുണ്ടാവും, പണ്ട് മനോരമയിൽ ജോലി ചെയ്തിരുന്ന ഒരു സന്തോഷ്, സന്തോഷ് ആയിരുന്നു. അത് സത്യത്തിൽ നമ്മൾ ഇന്ന് രാവിലെ ഞാൻ ഇക്കാര്യം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ പണ്ട് നമ്മൾ തമ്മിൽ ചെയ്തായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ വന്നിരുന്നു. അതെ, പണ്ട് മെർലാൻഡ് സ്റ്റുഡിയോയിൽ. അപ്പം അമ്മ വന്നിരുന്നു. അമ്മയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ കേസിന് വേണ്ടിയൊക്കെ പുറകെ നടന്ന ഒരാൾ. അമ്മ അത് നല്ല പ്രായമുള്ള ക്ഷീണിതയായ സ്ത്രീയാണ്. അപ്പോൾ കാര്യമെടുത്ത് ഞാൻ തന്നെ പഠിച്ച ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം പണ്ട് പഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ സ്നേഹമായി. അപ്പോൾ അവർ ഈ കഥ പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. ഇപ്പോൾ അത് ചേർത്ത് വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഒരുപാട് സമാനതകളുണ്ട്. എന്താണെന്ന് പറയാം. ഒന്ന്, സന്തോഷ് മൂവാറ്റുപുഴ RDO, അത് സബ് കളക്ടറായിട്ട് ജോലി. അല്ല, അത് ഡെപ്യൂട്ടി കളക്ടറായിട്ട് ഡയറക്ടർ സെലക്ഷൻ കിട്ടി കുറേ പേർക്ക്. അങ്ങനെ അദ്ദേഹം RDO ആയി. അങ്ങനെ പോയ പലരും, നമ്മുടെ KV മോഹൻകുമാർ സാറൊക്കെ, നമ്മുടെ ബിജു പ്രഭാകർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ശിവശങ്കർ ഉണ്ട്. ഇപ്പൊ ഈ കുറച്ചാൾ മുമ്പ് കുറെ പേര് എടുത്തിരുന്നു ഇതുപോലെ. ഇപ്പൊ മറ്റേ കേരള KAS പകരം പണ്ട് എനിക്കൊന്ന് ഈവൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി പോലും ആകാറുണ്ട് പലരും. ഉണ്ട്. എനിക്കൊന്നും TN ജയചന്ദ്രൻ സാർക്ക് അങ്ങനെ. അങ്ങനെയാണ്. അപ്പം ഇദ്ദേഹം മാധ്യമപ്രവർത്തനം അയക്കുന്ന മനോരമ പത്രത്തിൽ. മാത്രമല്ല അദ്ദേഹം വളരെ സാഹസികമായ ഒരുപാട് വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. നല്ല രാഷ്ട്രീയ പിൻബലമുള്ള ആളാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഡെപ്യൂട്ടി കളക്ടർ ടെസ്റ്റ് എഴുതി കിട്ടി അദ്ദേഹം ജോലിക്ക് ചേരുന്നു. അത് തിരുവനന്തപുരത്തായിരുന്ന പോസ്റ്റിംഗ്. പിന്നീട് അദ്ദേഹം മൂവാറ്റുപുഴ RDO ആവുന്നു. ഈ മൂവാറ്റുപുഴ ചെല്ലുമ്പോൾ ഈ കണ്ണൂരിൽ ഇദ്ദേഹം ഈ RDO നേരിട്ട് അതേ പ്രശ്നം അദ്ദേഹത്തിന് അറിയാമല്ലോ. ഡാമുകളുണ്ട്, വനം, ക്വാറി, മറ്റേ പാറ, സകല കുന്നിടിക്കൽ എല്ലാം ഉണ്ട്. അവിടെ ഈ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ നവീൻ ബാബുവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്ന ഒരാളാണ്. ഈ സ്വാധീനിക്കുന്ന നേതാക്കന്മാരെ പലരും അദ്ദേഹത്തിന് നേരത്തെ തന്നെ വ്യക്തിപരമായി അറിയാം, വിരോധമുള്ളവരൊക്കെ കാണും. മാത്രമല്ല പണ്ട് ഈ കുറിച്ചിനെ പോലെ പെരുമാറുന്നവരായിരിക്കുമല്ലോ ഒരു പക്ഷേ പത്രപ്രവർത്തകനും രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇവരുടെ സമ്മർദ്ദം
ഭയങ്കരമായി വന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് അമ്മ എൻ്റെ അടുത്ത് തന്നെ പറയായിരുന്നു, ഒരു നേതാവ് പറഞ്ഞു എന്നെ കസേരയോട് എടുത്ത് ഞാൻ ദൂരെ കയറിയെന്ന് പറഞ്ഞു ഒരു നേതാവ്, ഈ ഏതൊരു കോറയ്ക്ക് അനുമതിയും കണ്ട് നിഷേധിച്ചു. അങ്ങനെ ഇതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം ഡ്രൈവർ കാറിൽ കൊണ്ടുവന്ന് വിടുന്നു ഇദ്ദേഹത്തെ ക്വാർട്ടേഴ്സിൽ, മൂവാറ്റുപുഴയുള്ള ആദ്യ ക്വാർട്ടേഴ്സിൽ ഡ്രൈവർ കൊണ്ടുവന്ന് വിടുന്നു. വിട്ടിട്ട് ഡ്രൈവർ അങ്ങ് പോകുന്നു. അദ്ദേഹം അടുത്ത ദിവസം കണ്ട് തിരുവനന്തപുരത്ത് മീറ്റിങ്ങിന് പോകണമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് ഇതൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, പറ്റുന്നത് ഉദ്ഘാടന ചടങ്ങോ മറ്റോ ഉണ്ടായിരുന്നു. ഇതിനെ വിളിക്കണം, ഇതിന് കൊണ്ടുപോകണം പറഞ്ഞ് പിറ്റേന്ന് ഓഫീസിൽ ആരും നോക്കും ഇദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരമില്ല, വീട് ക്വാർട്ടേഴ്സ് അടഞ്ഞു കിടക്കുന്നു. പിന്നീട് അദ്ദേഹം കൊച്ചിയിലുള്ള വീട്ടിൽ വിളിക്കുന്നു, കുടുംബം വിളിക്കുന്നു, ഒരനക്കമില്ല. അവസാനം ഇവർ പോലീസെല്ലാം കൊണ്ടുവന്ന് വീട് തുറന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം മരിച്ചു കിടക്കുകയാണ്, തറയിൽ കവിഴ്ന്ന് നടക്കുന്നുണ്ട്. ശരീരം നഗ്നമായിരുന്നു എന്നാണ് ശരി, അവർ കയ്യിൽ ഇങ്ങനെ പുറത്തൂടെ കിടപ്പുണ്ട്. ഇതിന് വായിന്ന് മഞ്ഞ നിറത്തിൽ എന്തോ ഒരു ദ്രാവകം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് നടന്നത് അനക്കളും വിചിത്ര കാര്യങ്ങളാണ്. അപ്പം സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ കുടുംബം വരുമല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇദ്ദേഹത്തിൻ്റെ സൗകര്യം പെട്ടെന്ന് എത്തിയപ്പോഴും ഈ ക്വാർട്ടേഴ്സിലുള്ള കാർ പോസ്റ്റർ കണ്ട് വെച്ചാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. കാരണം ഇത് ബോഡി അഴുകിപ്പോയി എന്നാണ് ഇവർ ന്യായം പറഞ്ഞത്. മാത്രവുമല്ല പിന്നെ ഇതിനെ ഈ സോമഞ്ചത്തിലോട്ട് ആക്കിയതിന് ശേഷം നേരെ കൊണ്ടുപോകുന്നു, കൊച്ചി കൊണ്ടുപോകുന്നു, കാണിക്കാൻ പറ്റാത്തതാണെന്ന് പറയുന്നു. പച്ചാള ശ്മശാനത്തിലാണെന്ന് തോന്നുന്നു കൊണ്ടുപോയി അവരതങ്ങ് ദഹിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അമ്മ, കുടുംബമൊക്കെ സൗകര്യം എല്ലാവരും ഇത് അന്വേഷണത്തിന് ഇറങ്ങിയാണ്. കേരള പോലീസ് അന്വേഷിച്ചു, അത് കഴിഞ്ഞ് CBI അന്വേഷിച്ചു കോടതിയിലൊക്കെ പോയിട്ട്. എന്നിട്ടും കാര്യം തെളിവെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ മുറിക്കകത്ത് എല്ലാം ഇങ്ങനെ ചെതറിക്കിടക്കുകയായിരുന്നു എന്നാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവിടെ എല്ലാം ഈ കടലാസുകളും ഒക്കെ. അപ്പോൾ എന്തോ ഇവർ തപ്പി വന്നതാണ്. ഇദ്ദേഹം മാധ്യമപ്രവർത്തകനായിരുന്നു എന്നുള്ളൊരു പ്രശ്നം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ഇയാൾ ഈ വാർത്ത എടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് അങ്ങനെ ചാനലിലോ പത്രത്തിനോ അത്രയും ചാനൽ 95 ഈ സംഭവം നടന്നത്. അപ്പോൾ ഞാനവരെ കാണുന്ന 2001 മറ്റോ ആണ്. കുറേ വർഷങ്ങളായി. അപ്പോൾ അവരിങ്ങനെ അമ്മ ഇങ്ങനെ നടക്കുന്നു പോയി. സന്തോഷം വാർത്തകൾ അന്വേഷിക്കാൻ പറഞ്ഞ ഇവിടുത്തെ സകല സംഘടനകളുടെ സമരം തുടങ്ങി. എന്തിന് SNDP വരെ സമരത്തിന് ഇറങ്ങി. എല്ലാ സമരക്കാരും കുറേ ദൂരം എത്തിയപ്പോൾ പിന്നെ തിരിച്ചു പോയി എന്നാണ് അവരെന്ന് പറഞ്ഞത്. പിന്നെ ആരും വന്നിട്ടില്ല. അതിപ്പോഴും ദുരൂഹമായി തുടരുന്നു. സന്തോഷം എങ്ങനെ മരിച്ചു. സമാനമായ ഒരുപാട് കാര്യങ്ങൾ അതിലുമുണ്ട്. ഓർക്കണം, അത്രയും ഉന്നത പദവി വരുന്ന ഒരാൾ. ആകപ്പാടെ വ്യത്യാസം അവിടെ ഒരു PP ദിവ്യ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതാണ്. പക്ഷേ അവിടെ ഒരുപാട് ദിവ്യമാരുണ്ടായിരുന്നു പ്രത്യക്ഷത്തിൽ. അല്ല, ഇവിടെ സത്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ PP ദിവ്യ ഒരു ചെറുമീനായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കൂടി ചിന്തിക്കും. നമ്മളിപ്പോൾ ദിവ്യയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ദിവ്യയെ മാത്രം വെല്ലത്തിയായി കരുതി പോകുമ്പം സത്യം പറഞ്ഞാൽ ദിവ്യയ്ക്ക് ചിലപ്പോൾ ഇതിൽ ബന്ധമൊന്നും ഉണ്ടായെന്ന് വരത്തില്ല. ദിവ്യയുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഈ പറയുന്ന നീക്കങ്ങളൊക്കെ നടത്തിയ ആളുകൾ ദിവ്യ അറിയാതെ പോയി അവരുടെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യം കാട്ടിയതാവാം. അല്ല, ഇവിടെ ഗൾഫിൽ നിന്നൊക്കെ സ്വർണ്ണം കടത്തിക്കൊണ്ട് പറഞ്ഞ ആൾ അതേ അവസ്ഥയാണ്. ഇതിന് പിന്നിൽ ഭീകരന്മാരായിരിക്കും. ദിവ്യ അടിപൊളി ഒരു പ്രസംഗം പറഞ്ഞിട്ട് ഇതിന്റെ പേരിൽ കയ്യടി കിട്ടും സോഷ്യൽ മീഡിയയിൽ. പിറ്റേ ദിവസം MLA ആവും, ആയിട്ട് പ്രാവശ്യം മന്ത്രിയാവുമെന്ന് കരുതി ദിവ്യ അടിച്ചു. എനിക്കിപ്പോഴൊരു സംശയമുണ്ട്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകന്മാരാണോ പുള്ളിക്കാരി ഉപദേശിച്ചെന്നാണ് ഇങ്ങനെ ഒന്ന് അതെ സാധാരണ പറ്റില്ല. ദീപക് ധർമ്മടത്തെ പോലെ. അല്ല, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ വലിയ മാഫിയ, ആ മാഫിയ പ്രവർത്തിക്കുകയും ഞാനൊരു കാര്യം കൂടി രാജ്മോഹനോട് ചോദിച്ചോട്ടെ. ഈ TV പ്രശാന്ത് ഈ 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വർണം പണയം വെച്ച ആളാണ്. അയാൾ എങ്ങനെ ഈ വലിയ ഒരു കോടിക്കണക്കിന് രൂപ മുടക്കമുള്ള പെട്രോൾ പമ്പ് ഉണ്ടാക്കിയെന്ന് ആരും അന്വേഷിക്കുന്നില്ല? ഇയാളുടെ സ്വത്താണോ എന്ന് അന്വേഷിക്കണ്ടേ? ഇയാളെ ആദ്യം പ്രാഥമിക അന്വേഷിക്കേണ്ട അതാണല്ലോ, ഇയാൾക്കെന്നെ സോഴ്സ് ഓഫ് എവിടെ നിന്ന്. അപ്പം അതൊന്നും അന്വേഷിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യം, അതിലെല്ലാം കള്ളവാണ്. ഞാൻ പല വീഡിയോയിലൂടെ തെളിയിച്ചിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു ശനിയാഴ്ച വൈകുന്നേരമാണ് ഇയാൾ വീട്ടിൽ പോയി നവീൻ ബാബുവിനെ കാണുന്നതും അന്ന് നവീൻ ബാബു ഇയാളുടെ നമ്പർ വാങ്ങുന്നു. അതൊക്കെ ഈ October 5 മറ്റുമാണ്. പണ്ട് ഇത്രയും കാലം ഇയാൾ പുറകെ നടന്നിട്ട് നവീൻ ബാബു പൈസ ചോദിച്ചിട്ടില്ല. October 5 ചോദിച്ചു. അതിന് പിറ്റേ ദിവസമാണ് ഓഡിയോ ക്ലിപ്പ് വന്നത് ഇയാൾ പൈസ മേടിക്കുന്ന ആളല്ലെന്ന്. എന്നിട്ട് October 6 ഞായറാഴ്ച 11 മണിക്ക് വിളിക്കുന്നു. ഈ 11 മണിക്ക് വിളിച്ചപ്പോഴാണ് കാശ് വേണമെന്ന് പറയുന്നത്. നേരിട്ട് കണ്ടപ്പോഴും പറഞ്ഞില്ല, കാശ് വേണമെന്ന് പറഞ്ഞു. ഇയാൾ തലേ ദിവസം തന്നെ, അതായത് ഇയാൾ വൈകുന്നേരം പോയി കണ്ടത്, ആ പകൽ തന്നെ ബാങ്കിൽ നിന്ന് ഇയാൾ പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇയാൾ അത് കൊണ്ടു എന്നിട്ട് 1500 രൂപ തികഞ്ഞില്ല. അയാൾ ഇല്ല, 1500 രൂപ അങ്ങനെ ഇല്ല, 1 ലക്ഷം ചോദിച്ചു മിനിമം വേണ്ടി ആളാണ്. ആലോചിക്കുക. അതില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു പ്ലോട്ടായിരുന്നു. അതായത് ഈ ദിവ്യയുടെ പ്രസംഗവും ഇയാൾ കൊയ്യം ബാങ്കിനെ പിടിച്ചതും, കാരണം അവരുടെ ബാങ്കാണ്, കൊയ്യം ബാങ്കിനെ പിടിച്ചതും, ഇയാൾ വിജിലൻസ് ഓഫീസിൽ പോയതും, ഇയാൾ പരാതി കൊടുത്തതും, ഇയാൾ അവിടെ പോയി CCTV ദൃശ്യങ്ങൾ പകർത്തിയതും, ഇയാൾ സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യ മോഡൽ എന്ന് പറയുന്നത് CCTV ദൃശ്യങ്ങൾ പകർത്തിയതും, ഇയാൾ 11 മണിക്ക് ഇങ്ങോട്ട് വിളിച്ചത്. ഒരു പക്ഷേ മിസ് കോൾ അടിച്ചിട്ട് തിരിച്ചു വിളിച്ചാൽ, സ്വാഭാവികം. അല്ലെങ്കിൽ ഇന്നലെ രാത്രി ചെന്നപ്പോൾ സാറേ എന്നെ 11 മണിക്ക് വിളിക്കണം,
ഞാൻ ഞെട്ടിക്കുന്നൊരു കാര്യം പറയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ വിളിച്ചായിരിക്കും, പാവപ്പെട്ടവരായോട് വിളിച്ചായിരിക്കും. പ്ലാൻ ചെയ്യുന്നവരെല്ലാം ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഇത് കൃത്യമായി എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വസ്തുതയുണ്ടല്ലോ, നമ്മുടെ അടൂരിലെ CPM ഏരിയ സെക്രട്ടറി ഒരു മനോജ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇയാളെക്കുറിച്ച് നമ്മുടെ പത്രത്തിൽ ലേഖകൻ ധാരാളം വാർത്ത കൊടുക്കാറുണ്ട്. അപ്പോൾ ഇയാൾ അവരെക്കുറിച്ച് ചില ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തിട്ട് നടന്നില്ല. തുടർന്ന് ഇയാളൊരു വ്യാജ പരാതി കൊടുക്കുന്നു. ഞാൻ ഈ മനോജിനെ വിളിച്ചിട്ട് കാശ് ചോദിച്ചു. ഈ കാശ് 10 ലക്ഷം ചോദിച്ചുള്ളൂ, അത്രേ ഉള്ളൂ. ഈ 10 ലക്ഷത്തിൽ 5 ലക്ഷം എനിക്കുള്ളതാണ്, 5 ലക്ഷം ലേഖകനുള്ളതാണ്. പിന്നെ അതിൻ്റെ ഒരു കമ്മീഷൻ ഈ വാങ്ങാൻ ചെല്ലുന്ന ആൾക്കുണ്ട്. ആരാണെന്നറിയോ? അടൂരിലെ ഒരു പ്രാദേശിക ലേഖകനാണ്, എല്ലാവർക്കും വാർത്ത കൊടുക്കുന്നതാണ്. ഇതാണ് പരാതി. ഇത് മുന്നോട്ടായിട്ട് ഇയാൾ ചെയ്തത് എന്താണെന്നറിയാമോ? നേരെ അടൂർ പ്ലസ് ക്ലബ്ബിൽ ചെന്നിട്ട് ഈ അരുൺ നെല്ലുമുകൾ എന്ന് പറയുന്ന പയ്യനോട് ഇവർ 2-3 പേരിങ്ങി വരാൻ പറഞ്ഞു, എന്തോ ഒരു കാര്യം പറഞ്ഞു, വാർത്ത തരാനെന്ന് പറഞ്ഞു. എന്നിട്ടൊരു CCTV ദൃശ്യമുള്ള സ്ഥലത്ത് പോയി നിന്ന് മരുന്നൊക്കെ സംസാരിച്ചു. ഫോണിൽ കൂടെ അവരെ വിളി ഇവരെ വിളി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചാണ് സംസാരിച്ചതെന്നാക്കി കഴിയുമ്പോൾ CCTV ദൃശ്യം പരിശോധിക്കാറ്. ഇതാണ്. പക്ഷെ പറ്റിപ്പോയതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഞാൻ മനോജുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ ആദ്യത്തെ ചെയിൻ ഞാൻ അപ്പോൾ ഒരു നമ്പർ വിളിച്ചത് പറഞ്ഞുണ്ടാക്കി കൊടുത്തു. ആ നമ്പരെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചപ്പോൾ അത് മനോജ് തന്നെ സംഘടിപ്പിച്ച നമ്പറാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് പോലീസ് അത് വെച്ചുകൊണ്ടിരുന്നു. ഇത്തരത്തിൽ ഇവർ ബോധപൂർവം ഈ ഒരു സീൻസ് സൃഷ്ടിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. അത് കൈക്കൂലി ചോദിച്ചതിൻ്റെ പേരിലല്ല, കൈക്കൂലിക്കാരനാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ സീൻസ് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഇതിൻ്റെ ഭാഗത്ത് ഇയാൾ ആത്മഹത്യ ചെയ്തു എന്ന് വിചാരിച്ചോളും, കൊലപാതകം നടത്തിയതാണ്. എന്നിട്ട് അന്ന് രാത്രിയിൽ പോയി മരണവും നടന്നു എന്നതാവാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു നിഷ്ഠൂരമായ കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, ഒരു സംശയവും. ഈ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ പരാമർശിക്കണം നല്ലതായിരിക്കും തോന്നുന്നു. CT സുകുമാരനെ പറഞ്ഞു, ചീഫ് സെക്രട്ടറി ഗ്രേഡുള്ള IS ഉദ്യോഗസ്ഥനായിരുന്നു കേരള കേഡറിൽ. അദ്ദേഹം MBA, അതായത് മത്സ്യോൽപ്പന്ന കയറ്റുമതി അതോറിറ്റി ഉണ്ടല്ലോ, പനമ്പള്ളി എന്നല്ല, അതിൻ്റെ ചെയർമാനായിരുന്ന ആളാണ്. അദ്ദേഹം ചെന്നൈയിലുള്ള അവരുടെ ഗസ്റ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിച്ച നിലയിലാണ് കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് തേവൻ എന്നായിരുന്നു. അദ്ദേഹം ഒരുപാട് ഒറ്റയ്ക്ക് സമരവും സെക്രട്ടറി മാർച്ചൊക്കെ നടത്തി കൊന്ന കുറേ പേരെ കൊണ്ടായിരുന്നു. അദ്ദേഹം ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായി ഒരു പക്ഷേ വിരമിക്കേണ്ടിരുന്ന ആളൊക്കെ ആയിരുന്നു. പക്ഷേ അതും ഇതുപോലെ തന്നെ അവസാനം അന്വേഷണം എങ്ങും എത്താതെ പോയി. ഇദ്ദേഹം താഴെ വീണു എന്ന് പറയുന്ന ആ സ്ഥലത്തെ കൈവരി അദ്ദേഹത്തിൻ്റെ നെഞ്ചളവ് ഹൈറ്റുള്ളതായിരുന്നു. അദ്ദേഹം ഒരിക്കലും കൈവരി കയറാൻ പറ്റില്ല എന്ന് അന്ന് പലരും പറഞ്ഞിരുന്നു. നമ്മളൊന്ന് ഓർക്കണം, അദ്ദേഹം IAS എഴുതി കിട്ടിയ സർവീസുകാരൊരു മനുഷ്യനാണ്. അന്ന് അദ്ദേഹം മരിക്കുന്ന സമയത്ത് എനിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഗ്രേഡിലുള്ള അത്രയും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. MBD എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ്. രാഘവൻ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് അടിസ്ഥാനപരമായി ഈ നഷ്ടപ്പെടുന്നത് അവരുടെ വീട്ടുകാർക്കാണ്. ഇവിടെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്കും ആ 2 പെമ്മക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. നവീൻ ബാബു ഈ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഈ ഒരു എന്തുവാണ്, ഇതിൻ്റെ ഒരു ജിജ്ഞാസ നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രം. ഒരു മാസം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ട് രാവിലെ അത് കഴിഞ്ഞു. ഏകദേശം ഇത് വാർത്ത സിദ്ധാർത്ഥൻ്റെ വീട്ടുകാരുടെ അവസ്ഥ ഇപ്പോൾ ഇതാണല്ലോ. അവസ്ഥ ഇതാണ്, എല്ലാവരുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് എനിക്ക് മഞ്ജുഷയോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ പെമ്മക്കൾക്ക് അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിശബ്ദരായിരിക്കും. ബഹളം പത്രക്കാർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അവരെ അഭിനന്ദിക്കണം. നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. കാരണം പത്രക്കാർക്ക് അവരുടെ താല്പര്യം മാത്രമേ. ഞങ്ങളെല്ലാ പത്രക്കാരും അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് ഹിറ്റ് കിട്ടുക, ബാർക്ക് റേറ്റും കൂട്ടുക എന്ന ലക്ഷ്യം ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ആ സ്റ്റാൻഡ് നല്ലതാണ്. പക്ഷേ നിങ്ങൾ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം. CBI അന്വേഷണം കൊണ്ട് ഗുണമുണ്ടോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ ചോദ്യം. അതെ, പക്ഷേ ഈ അന്വേഷണത്തെക്കാൾ നല്ലതായിരിക്കും CBI അന്വേഷണം. ആ ഒരു നിലപാടെടുത്ത് മുമ്പോട്ട് പോകണം, കോടതിയെ സമീപിക്കണം. ഈ പലപ്പോഴും നേരത്തെ നടന്ന പല CBI അന്വേഷണങ്ങളിലും പലപ്പോഴും ഫലപ്രദമാകാതെ പോയത് വളരെ വൈകിയാണ് CBI അന്വേഷണ ഉത്തരവ് വന്നത്. അപ്പോൾ എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ടേക്കും. ഇപ്പം ആ സമയമാണ്, അത് പെട്ടെന്ന് അവർക്ക് സമീപിക്കാമെന്നുള്ളത്. അങ്ങനെ ഒരു പോരാട്ടം നിങ്ങൾ തുടങ്ങി വയ്ക്കണം. പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നൽകുന്നതാണ്. നീതി നിഷേധിക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. അതിന് നിന്നു കൊടുക്കരുത്. നമസ്കാരം.